നമസ്കാരം. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷം ഇറാനിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ, പ്രതികരണങ്ങൾ, പ്രതിരോധ രംഗത്ത് അവർ കൈവരിച്ച പുരോഗതി, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായുടെ പ്രതികരണങ്ങൾ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണങ്ങൾ, IRGC തലവന്റെ പ്രതികരണങ്ങൾ, ഇതൊക്കെ ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. അതായത് നേരത്തെ ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ഈ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇസ്രായേലികൾ വ്യാപകമായി ഉപയോഗിച്ചത് ബങ്കറുകളാണ്. എന്നാൽ ഈ ബങ്കറുകൾ തുളച്ച് അതിനകത്ത് വലിയ സ്ഫോടനം നടത്താൻ കഴിയുന്ന ആയുധങ്ങൾ ഇറാൻ വികസിപ്പിച്ചെടുത്തു എന്ന വാർത്തകൾ കൂടെ ഇപ്പോൾ പുറത്തു വരികയാണ്. അധികം വൈകാതെ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും, ഈ ആക്രമണം അതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിന്റെ ഉന്മൂലനമാണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ സമയങ്ങളിൽ ലബനോനിലെ ഹിസ്ബുള്ളയെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അതിലൊരു ബോംബ് പൊട്ടാതെ കിടന്നിരുന്നു. ഈ ബോംബ് റിവേഴ്സ് എഞ്ചിനീയറിംഗിനായി ഇറാനിലേക്ക് അയച്ചു. ഇറാൻ അത് പരിശോധിച്ചു. അതേ രീതിയിലുള്ള ബോംബ് ഇറാൻ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. അമേരിക്കൻ ബോംബാണ് ഇസ്രായേൽ ലബനോനിൽ വർഷിച്ചിരുന്നത്. എന്തായാലും ഈ വാർത്തകളും അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നപ്പോൾ ഇസ്രായേൽ കൂടുതൽ ഭയപ്പെട്ടിരുന്നു. അമേരിക്ക വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച് ഇസ്രായേലിന് വലിയ മുന്നറിയിപ്പും കൊടുത്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഇറാൻ ഒരു ദൃശ്യം കൂടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഞങ്ങൾ ഇസ്രായേലിനെ കൈകാര്യം ചെയ്തത്, അവരുടെ ആയുധങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യമാണ്. ഈ ദൃശ്യം കൂടെ കണ്ടതോടുകൂടി അമേരിക്കൻ ഭരണാധികാരികൾ വല്ലാതെ രോഷാകുലരായി എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. GBU-57 എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ചിട്ടുള്ള എയർക്രാഫ്റ്റുകൾ ഇറാൻ വ്യാപകമായി വെടിവെച്ചിട്ടു. 8ഓളം എയർക്രാഫ്റ്റുകൾ കാണാനില്ല, നഷ്ടമായിട്ടുണ്ട് എന്ന ഒരു റിപ്പോർട്ട് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേലിൽ നിന്നും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇറാനിലെ ഇസ്ഫഹാൻ ആണവ നിലയത്തിനു നേരെ ഇസ്രായേൽ പ്രയോഗിച്ച GBU-57 ഇനത്തിൽ പെടുന്ന ബോംബുകൾ ഘടിപ്പിച്ചിട്ടുള്ള ആ എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ട് ആ ബോംബുകൾ കേടുകൂടാതെ ആ ബോംബുകൾ എടുത്ത് അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തുന്നതിനായി വേണ്ടിയുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് അമേരിക്കൻ ഭരണാധികാരികൾ വല്ലാതെ രോഷാകുലരായിരിക്കുന്നത്. ഒരിക്കലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം നടത്തരുത്, നിങ്ങൾ ആക്രമണം നടത്തിയാൽ അത് വിജയിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിരുന്നു. ഇസ്രായേലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന കാര്യം അമേരിക്കയെ അറിയിച്ചതിന് ശേഷം അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. എന്തായാലും ഈ ആക്രമണങ്ങളൊന്നും കൃത്യമായി ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല, ഇറാനെ ബാധിച്ചിട്ടില്ല എന്ന വാർത്തകൾ ആദ്യം ഇറാനിൽ നിന്നും പിന്നീട് അമേരിക്കയിൽ നിന്നും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ ഇറാൻ ഇസ്രായേലിനെ ഏത് നിമിഷവും ആക്രമിച്ചേക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ വരുമ്പോൾ, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അമേരിക്കൻ ഭരണാധികാരികൾ വല്ലാതെ രോഷാകുലരാണ്. അതുപോലെ തന്നെ വലിയ ഒരു ആപത്ത് ഉടനെ സംഭവിച്ചേക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏത് ബോംബുകൾ, ഏത് ആയുധങ്ങൾ ഉപയോഗിച്ചാണോ അമേരിക്കയും ഇസ്രായേലും ഗസയിലെ പട്ടിണിപ്പാവങ്ങളെ കൊന്നൊടുക്കിയത്, ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ച് ഇവിടെ ലബനോനിലെ ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവിനെ എങ്ങനെയാണോ വകവരുത്തിയത്, സിറിയയിലും അതുപോലെ തന്നെ ലബനോനിലും യമനിലുമൊക്കെ ഏത് തരത്തിലുള്ള ബോംബുകളാണ് വർഷിച്ചത്, അതേ രീതിയിലുള്ള അതേ ബോംബുകൾ ഇപ്പോൾ ഇറാൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. 20 മീറ്ററോളം കോൺക്രീറ്റ് പാളികളൊക്കെ തുളച്ച് കയറി വലിയ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ബോംബുകളാണ് ഇവിടെ ഇസ്രായേൽ, അമേരിക്കൻ നിർമ്മിത ബോംബുകളാണ് ഇസ്രായേൽ ഗസയിലും യമനിലും അതുപോലെ തന്നെ ലബനോനിലും ഒക്കെ വർഷിച്ചിരുന്നത്. എന്നാൽ ഇതേ ബോംബുകൾ തന്നെയാണ് ഇസ്രായേൽ വർഷിച്ച സമയത്ത് അതിന്റെ പ്രഹരശേഷി എത്രമാത്രമായിരുന്നു, അതിനേക്കാൾ ഇരട്ടി പ്രഹരശേഷിയോടുകൂടി തുച്ഛമായ ചിലവിൽ ഇറാൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ ഈ ഒരു പുതിയ നീക്കം, അതിന് ഏത് രീതിയിൽ മറുപടി കൊടുക്കണം, എങ്ങനെ അത്തരത്തിലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കണം എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു രൂപവുമില്ലാതെ അമേരിക്കയും ഇസ്രായേലും നട്ടം തിരിയുന്നു എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.
എന്തായാലും അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന ഒരു സന്ദേശം തന്നെയാണ് ഇസ്രായേലിന് ഇവിടെ ഇറാൻ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ യുദ്ധത്തിൽ എന്തൊക്കെ പോരായ്മകളായിരുന്നോ ഇറാൻ ഉണ്ടായിരുന്നത്, ആ പോരായ്മകളൊക്കെ പരിഹരിച്ച് ഓരോ ദിവസവും ഓരോരോ മിസൈലുകൾ പരീക്ഷിച്ചത് വിജയിപ്പിച്ചെടുത്ത് കൂടുതൽ ആയുധങ്ങൾ സംഭരിച്ച് ഒരു വലിയ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.